Hello everyone, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മെമ്പേഴ്സ് ഫസ്റ്റ് കാറ്റഗറി വരുന്ന വീഡിയോ കെ-മാറ്റിൻ്റെ റിസൾട്ട് ഔട്ട് ആയിട്ടുണ്ട്. വെരി ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ. 15th ജൂണിന് കെ-മാറ്റിൻ്റെ റിസൾട്ട് ഔട്ട് ആയിട്ടുണ്ട്. ആ ഒരു ഇൻഫർമേഷനാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് അപ്ഡേറ്റ്സുകളും ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നുണ്ട്. മെമ്പേഴ്സ് ഫസ്റ്റ് കാറ്റഗറി വീഡിയോ ആണ്. ആദ്യം മെമ്പേഴ്സിനെ കാണാൻ അവസരം കിട്ടുന്നു, പിന്നീടാണ് എല്ലാ സബ്സ്ക്രൈബേഴ്സിലേക്ക് നമ്മൾ എത്തുന്നത്. സോ ഇൻ ടു ദ വീഡിയോ എന്താണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. രണ്ടാമത്തെ കെ-മാറ്റ് എക്സാം കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഒരു 2 വീക്സോളം കഴിഞ്ഞു. ആൻസർ കീ വന്നത് ജൂൺ 1-ാം തീയതിയാണ്. അപ്പം തന്നെ 2 വീക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പലരും ചോദിക്കുന്ന റിസൾട്ട് എന്നാണ് വരുന്നത്. നമ്മളെ എക്സ്പെക്ടേഷൻ ഓൾറെഡി നമ്മൾ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു. നമ്മളൊരു 2 വീക്സ് കൊണ്ട് 3 വീക്സ് ടൈം കൊണ്ടാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിലേക്ക് www.c.kerala.gov.in വെബ്സൈറ്റ് ഇനി മുതൽ നിങ്ങളുടെ സ്കോർ കാർഡ് വരുന്ന സമയം വരെ കണ്ടിന്യൂസ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട വെബ്സൈറ്റാണ്. മറന്നു പോകരുത്. വീണ്ടും ഇവിടെ തന്നെ വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിൻ്റെ ഹോം പേജ് സിയുടെ പേജിലെ ഹോം പേജിൽ ഒന്ന് ഇങ്ങോട്ട് ഡയറക്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ റിവൈസ് ചെയ്ത് ആൻസർ കീ വന്നിട്ടുണ്ട്. റിവൈസ് ചെയ്ത് ആൻസർ കീ ഒന്ന് ചെക്ക് ചെയ്യാം. ഒപ്പം തന്നെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ ചില നോട്ടിഫിക്കേഷൻസ് ഉണ്ട്. നമ്മുടെ ശ്രദ്ധ ആദ്യം നോട്ടിഫിക്കേഷനിലേക്ക് പോകും. എന്തൊക്കെ നോട്ടിഫിക്കേഷൻ ആണ് ഇവിടെ വന്നിട്ടുള്ളത് നോക്കാം. ഫസ്റ്റ് വന്നിരിക്കുന്ന മലയാളത്തിലെ നോട്ടിഫിക്കേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മെയ് 30 നടന്ന എക്സാമിൻ്റെ പുതുക്കിയ ആൻസർ കീയും താൽക്കാലിക ഫലം. എന്തുകൊണ്ട് താൽക്കാലിക ഫലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കുറച്ച് ദിവസം തന്നിട്ടുണ്ട്. അപ്പം താൽക്കാലിക ഫലം എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ വിശദീകരിക്കാം. അപേക്ഷകൾ ഓൺലൈനായിട്ട് നടത്തി. ഒപ്പം തന്നെ അപേക്ഷകർ ഓൺലൈനായി രേഖപ്പെടുത്തിയ ഉത്തരങ്ങൾ 3 കാര്യങ്ങൾ: റിവൈസ്ഡ് ആൻസർ കീ, റിസൾട്ട് ആസ് വെൽ ആസ് യുവർ റെസ്പോൺസസ്. 3 കാര്യങ്ങളും വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 1, 2, 3 പുതുക്കിയ ആൻസർ കീ, റിസൾട്ട് ആസ് വെൽ ആസ് റെസ്പോൺസസ്. താൽക്കാലിക ഫലം സംബന്ധിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിൽ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അത് ഈ ഒരു 17/6 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഉച്ചയ്ക്ക് 2 മണിക്കകം നിങ്ങളത് അറിയിക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ അതിലെന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റും. റാങ്കിൽ സ്കോറിലൊക്കെ മാറ്റം വരുന്നുണ്ട്. ഒപ്പം തന്നെ നിങ്ങളുടെ റെസ്പോൺസ് കാൻഡിഡേറ്റ് മെനുവിൽ പോയിട്ട് റെസ്പോൺസ് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് പരാതി, എന്ത് തരത്തിലുള്ള പരാതിയാണ് നിങ്ങൾക്ക് ഇവിടെ രേഖപ്പെടുത്താൻ കഴിയാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ച് നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, റെസ്പോൺസ് അനുസരിച്ച് നിങ്ങൾക്ക് മാർക്ക് സ്കോർ കാണുന്നില്ലെങ്കിൽ നിങ്ങൾക്കത് പരാതിയായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അപ്പോൾ അത്തരം പരാതികൾ റെസ്പോൺസിനെ ബേസ് ചെയ്ത് നിങ്ങൾ കൂട്ടി നോക്കുക മാർക്ക് എത്ര ഉണ്ടെന്ന്. അപ്പോൾ മാർക്ക് തെറ്റായി വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു കംപ്ലൈൻ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. അത് ചെയ്യേണ്ട സമയവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. ഇതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ നോട്ടിഫിക്കേഷൻ ഇംഗ്ലീഷ് വേർഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്വാളിഫൈ മാർക്കിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ പലതവണ പറഞ്ഞൊരു കാര്യമാണ്. 10% മാർക്കാണ് ക്വാളിഫൈ മാർക്കായിട്ട് വേണ്ടത്. അഗെയിൻ SC ST PD കാറ്റഗറി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 7.5% മാർക്കാണ് വേണ്ടത്. അപ്പം 10% എന്ന് പറഞ്ഞാൽ 72 മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്വാളിഫൈഡ് ആണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് കുറേയധികം ക്വസ്റ്റ്യൻസിൽ കൺസേൺസ് ഒക്കെ പറഞ്ഞിരുന്നു. റിവൈസ് ചെയ്ത ആൻസർ കീ വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ 4 ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തതായിട്ടും കാണാൻ സാധിച്ചിട്ടുണ്ട്. ആൻസർ കീ ചലഞ്ച് ചെയ്ത എല്ലാ സബ്സ്ക്രൈബേഴ്സിനും സ്പെഷ്യൽ അപ്രീസിയേഷൻ. നിങ്ങൾ ചലഞ്ച് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ആൻസർ കീ റിവൈസ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വെച്ച് നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള സ്കോർ കിട്ടാനായിട്ട് സാധ്യത അതിനകത്ത് ഉറപ്പായിട്ടും ഉണ്ട്. ഒപ്പം തന്നെ ഫൈനലി നേരത്തെ പറഞ്ഞ മലയാളം വേർഷൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. നിങ്ങൾക്ക് അതിൽ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. റിസൾട്ട് പോർട്ടലിൽ നോക്കി നിങ്ങൾക്ക് റിസൾട്ട് കാണാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഇനി കംപ്ലൈൻറ്റ് അതർ കീ കംപ്ലൈൻറ്റ് ആൻസർ കീയായിട്ട് ബന്ധപ്പെട്ട കംപ്ലൈൻറ്റ് ഇനി കൺസിഡർ ചെയ്യുന്നതല്ല, കാരണം സമയം കഴിഞ്ഞുപോയി. മറ്റെന്തെങ്കിലും കംപ്ലൈൻറ്റ് റിസൾട്ട് പബ്ലിഷ് ചെയ്തതായിട്ട് ബന്ധപ്പെട്ട നേരത്തെ പറഞ്ഞ തന്നെ സ്കോർ കാൽക്കുലേറ്റ് ചെയ്തതായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കംപ്ലൈൻറ്റ് റൈസ് ചെയ്യാം. അതിനുള്ള സമയം കൊടുത്തിട്ടുണ്ട്. 17/6 വിച്ച് മീൻസ് വെനസ്ഡേ 2 PM വരെ. ബുധനാഴ്ച വെനസ്ഡേ നാളെ 2 PM വരെയാണ് സമയം കൊടുത്തിട്ടുള്ളത്. ക്വിക്കായിട്ട് നമുക്ക് റിസൾട്ട് നോക്കാം. റിസൾട്ടിൻ്റെ പാർട്ടിൽ നമുക്കിവിടെ ഈ ഒരു PDF ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാവരുടെയും സ്കോർ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ടോപ്പ് റാങ്ക് വന്ന ആൾക്കാർ ആരൊക്കെയെന്ന് ചെക്ക് ചെയ്യാം. ഇനി നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ആർക്കാണ് ടോപ്പ് റാങ്ക് കിട്ടിയത്. ഇത് പ്രൊഫഷണൽ ആൻസർ കീ ആണ്, പ്രൊഫഷണൽ റിസൾട്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്ത് തന്നെയായാലും യൂഷ്വലി ഈ റിസൾട്ട് മാറാറില്ല അങ്ങനെ. അപ്പം ടോപ്പ് റാങ്ക് വന്നിരിക്കുന്നത്, ഹയസ്റ്റ് സ്കോർ വന്നിരിക്കുന്നത് 592 മാർക്കാണ് വന്നിരിക്കുന്നത്. അബൂബക്കർ PS ആണ് 592 വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ചാനലിൽ അബൂബക്കർ PS വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നിങ്ങൾ ചാനൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ, സോ ദാറ്റ് വിൽ ബി ഗ്രേറ്റ് അപ്രീസിയേഷൻ ആസ് വെൽ ആസ് ദ ഗ്രേറ്റ് എൻകറേജ്മെന്റ് ഫോർ ഓൾ ഓഫ് us. അഗെയിൻ സെക്കൻഡ് വന്നിരിക്കുന്നത് ചന്ദന DG അഗെയിൻ 568.
again Arshad Shahal third. Again മറ്റ് ടോപ്പ് സ്കോർസ് എന്നിവിടെ ഞാൻ കാണുന്നു. അപ്പം 500 മുകളിൽ മാർക്ക് വന്നിട്ടുള്ള 11 പേരാണുള്ളത്. അപ്പം 500 മുകളിൽ വന്ന 11 പേരുടെ ലിസ്റ്റ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. സോ ദിസ് ദ ടോപ്പ് റാങ്ക് ലിസ്റ്റ് ഓഫ് KMAT സെക്കൻഡ് KMAT എക്സാമിനേഷൻ ഓൾറെഡി ക്വാളിഫയിങ് മാർക്സിനെ പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ ഒരു PDF ഫയൽ നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് ആരൊക്കെ പാസ്സായി എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ സാധിക്കും. ഞാൻ ഈ PDF ഫയൽ കംപ്ലീറ്റ് ആയിട്ട് ഇതിവിടെ സ്ക്രോൾ ഡൗൺ ചെയ്തില്ല. എവിടെ അപ്പോൾ വാട്ട് നെക്സ്റ്റ് പ്രൊവിഷണൽ ആൻസർ കീ വന്നു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ അടുത്ത് വെയിറ്റ് ചെയ്യേണ്ടത് ഒരു 2 ഡേയ്സിനുള്ളിൽ തന്നെ, അതായത് 17th ശേഷം 18th നിങ്ങൾക്ക് ഫൈനൽ റിസൾട്ട് വരും. ഫൈനൽ റിസൾട്ട് സാധാരണഗതിയിൽ വലിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയില്ല. പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചേഞ്ച് വരാൻ സാധ്യതയുള്ള ചേഞ്ച് വരുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കോർ കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഈ സ്കോർ കാർഡാണ് നിങ്ങൾ അഡ്മിഷന് വേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന കോളേജുകളിൽ സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ സ്കോർ കാർഡ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഫേസ്. അപ്പോൾ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഒപ്പം തന്നെ ഈ സ്കോർ കാർഡാണ് നിങ്ങൾക്ക് ഒഫീഷ്യലി സബ്മിറ്റ് ചെയ്യേണ്ടത്. എല്ലാവരുടെയും കൂടെ റിസൾട്ടുള്ള PDF ഫയൽ ഒരു കോളേജിൽ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും ഉള്ള നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെയുള്ള ഫോട്ടോ അടക്കമുള്ള സ്കോർ കാർഡ്, ഫോട്ടോ ഉണ്ടോ ഐ എം നോട്ട് ഷുവർ, പക്ഷേ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെയുള്ള സ്കോർ കാർഡ് നിങ്ങൾക്ക് ലഭ്യമാകും. അത് ഈ ഒരു കംപ്ലീറ്റ് റിസൾട്ട് വന്ന ശേഷം 18th ശേഷം വെബ്സൈറ്റിൽ ലഭ്യമായിരിക്കും. അപ്പോൾ അതാണ് നിങ്ങൾ മറ്റ് അഡ്മിഷൻ ആവശ്യങ്ങൾക്ക് വേണ്ടി കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. സോ ദാറ്റ് ഇസ് ദ വെരി നെക്സ്റ്റ് സ്റ്റെപ്പ് യു നീഡ് ടു ഫോളോ. ആൻഡ് ഫൈനലി അഡ്മിഷൻ ഓപ്പൺ ആയിട്ട് കോളേജുകളിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ മുമ്പ് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളത് തന്നെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള അഡ്മിഷൻ പ്രോസസ് ഇല്ല. സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്ലാൻ ചെയ്യുന്ന കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും നിങ്ങൾക്ക് നേരിട്ട് അപ്ലൈ ചെയ്യാം. സോ ദിസ് ഇസ് എ പ്രോസസ്. അവരുടേതായ രീതിയിൽ ഒരു GD ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും മിക്ക കോളേജുകളും. GD ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് മോസ്റ്റ്ലി മിക്ക ലീഡിംഗ് കോളേജുകളുടെയും പ്രോസസ്സാണ്. അപ്പം GD അല്ലെങ്കിൽ ചുരുക്കി ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ എങ്കിൽ നിങ്ങൾക്ക് GD ഇന്റർവ്യൂ ആയിട്ട് ബന്ധപ്പെട്ട ട്രെയിനിങ്സ് ആയിരിക്കും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാൻ നമ്മളൊരു June 25th ആകുമ്പോഴത്തേക്ക് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ GD ഇന്റർവ്യൂ പ്രോസസ്സുകളെ പറ്റി, GD ഇന്റർവ്യൂ ടോപ്പിക്സുകളും മറ്റ് കോണ്ടന്റുകളും എക്സ്ക്ലൂസീവ് ആയിട്ട് മാത്രം അറിയാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്ലാൻ യൂസ് ചെയ്യാം. ഈ പ്ലാൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്ന പ്ലാനാണ്. MBA പഠനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സ്ക്ലൂസീവ് വീഡിയോസുകൾ, കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ചില ഗൈഡ് ലൈൻസുകൾ, സബ്ജക്റ്റിൽ തന്നെ ചില എക്സ്ക്ലൂസീവ് കോണ്ടന്റുകളൊക്കെ നമ്മൾ ഈ ഒരു ചാനൽ വഴിയായിരിക്കും, നമ്മൾ ഈ ഒരു പ്ലാൻ വഴിയായിരിക്കും കൂടുതൽ എയർ ചെയ്യുന്നത്. വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. Till then, all of you take care. Stay safe. Bye.